മൂന്നാറിൽ വീണ്ടും പടയപ്പ ഇറങ്ങി എന്ന വിവരം വരുന്നുണ്ട്. കല്ലാർ എസ്റ്റേറ്റിൽ ഓട്ടോറിക്ഷ തകർത്തു. യാത്രക്കാരുമായി പോയ ഓട്ടോയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ആളുകൾ ഇറങ്ങി ഓടിയതിനാൽ വലിയ അപകടം ഒഴിവായിട്ടുണ്ട്. RRT സംഘവും നാട്ടുകാരും ചേർന്ന് ആനയെ തുരത്തി. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണിത്. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകും. രാഹുൽ, ആളുകൾക്ക് പരിക്കില്ല എന്ന് വിശ്വസിക്കാം അല്ലേ? ആളുകൾക്ക് പരിക്കില്ല എന്നുള്ളതാണ് നാട്ടുകാർ നമ്മളെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അല്പസമയം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. രാവിലെ മുതൽ തന്നെ കല്ലാർ എസ്റ്റേറ്റ് മേഖലയിൽ പടയപ്പ ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു. പദപ്പാടിലായതുകൊണ്ട് തന്നെ ആന കൂടുതൽ പ്രകോപനമാണ് എന്നുള്ളത് നാട്ടുകാർക്ക് അറിയാമായിരുന്നു. അല്പസമയം മുമ്പ് ഈ ഓട്ടോറിക്ഷയിലെ യാത്രക്കാരുമായി വരുമ്പോഴാണ് പടയപ്പയുടെ മുന്നിൽ പെടുന്നത്. ആനയെ കണ്ട ഉടൻ തന്നെ ഓട്ടോയിൽ ഉണ്ടായിരുന്ന ആളും ഡ്രൈവറും ഉൾപ്പെടെ എല്ലാവരും ഇറങ്ങി ഓടി. അല്ലെങ്കിൽ വലിയൊരു അപകടം ഉണ്ടായേനെ എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഈ പ്രദേശത്ത് സമീപത്തായി RRT സംഘവും ഉണ്ടായിരുന്നു. അവർ ആനയെ എത്തി തുരത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇതിന് പിന്നാലെ മൂന്നാർ നടയ നോർത്ത് ഡിവിഷനിൽ ഒറ്റക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള കാട്ടാനയും ഇറങ്ങിയിട്ടുണ്ട്. ആ ആനയെയും RRT സംഘം തുരത്താൻ വേണ്ടിയുള്ള ശ്രമം തുടരുകയാണ്. യെസ്, പടയപ്പ, ഒറ്റക്കൊമ്പൻ, അവിടെ ചിലയിടങ്ങളിൽ കാട്ടുപന്നി, അങ്ങനെ ഇടുക്കിയിൽ നിന്ന് വന്യജീവി ആക്രമണങ്ങളുടെ വാർത്തകളാണ് രാത്രി വൈകിയും വരുന്നത്. ജനവാസ മേഖലയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. പലയിടത്തും അത്തരം റിപ്പോർട്ടുകൾ രാത്രി വൈകിയും വരുന്നു. ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു രാഹുൽ വിജയൻ.